അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി തേടി ഇറങ്ങാൻ തന്നെ വിചാരിച്ച്. അങ്ങനെ ഞാൻ നമ്മളെ കേവിലേക്ക് പാസ്റ്റിലേക്ക് പോണ ആ പാസ്റ്റിൽ കയറി. എൻ്റെ പാസ്റ്റിൽ നടന്ന പോലെ എല്ലാ വില്ലന്മാരെയും ഞാൻ കൊന്ന്. ഒറ്റൊന്നിനും ബാക്കിച്ചില്ല, എല്ലാ എണ്ണത്തിനും അങ്ങോട്ട് ഞാൻ കൊന്നു. അങ്ങനെ ഞാൻ എൻ്റെ പണികളെല്ലാം തീർത്ത് ഞാൻ തന്നെ ഈ കേവിലേക്ക് എത്തിക്കാനുള്ള പണി ചെയ്ത് ഞാൻ തിരിച്ചങ്ങനെ പാസ്റ്റിൽ ഞാൻ പോന്നു. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ സിറ്റിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കാരണം എനിക്ക് ഉത്തരം കിട്ടാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ എന്തോ അത് റെഡി ആവുന്നില്ല. എവിടെയൊക്കെ എന്തൊക്കെ ഒരു മിസ്സിങ് ഉള്ളമാരുണ്ട്. സംഗതി ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാൻ ഇതിനു മുന്നേ കേവ് പോയി പാസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ ഫ്യൂച്ചറിൽ പോയി നോക്കിയായിരുന്നു, വെറുതെ രസത്തിന്. അങ്ങനെ ഞാൻ ഫ്യൂച്ചറിലേക്ക് പോയി. അപ്പോൾ അവിടെ കയറുമ്പോൾ അവിടെ പഴയതുമാരുള്ള മരങ്ങൾ പൊട്ടിയതോ ഒന്നുമില്ല. കേവ് പഴയ ഒരു പ്രശ്നത്തെ കേവായി കിടക്കുന്ന ഒരു ഇഷ്യൂസ് ആണെന്നില്ല. ആ ബെഡ്റോക്ക് കാര്യങ്ങൾ വെച്ച് ഒക്കെ സെറ്റാണ്. ഞാൻ അന്ന് ആദ്യം കണ്ടത് പുറത്ത് ബെഡ്റോക്ക് ഒന്നും ഞാൻ കണ്ടില്ല ഫ്യൂച്ചറിൽ. ബട്ട് ഞാൻ എൻ്റെ സിറ്റിയിലേക്ക് അങ്ങനെ നടന്നു പോയി. ഞാൻ എൻ്റെ സിറ്റിയിലെത്തിയപ്പോൾ ശരിക്കും ആ കണ്ട കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. സിറ്റി ഫുള്ള് പൊളിഞ്ഞ് കിടക്കുക, എന്തോ വലിയ ബ്ലാസ്റ്റ് കഴിഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തോ നടക്കാനുണ്ട്. എൻ്റെ ഫ്യൂച്ചറിൽ എന്തോ ബാഡായിട്ട് നടക്കാനുള്ളത് എന്തോ അങ്ങനെ വരുന്നുണ്ട്. സോ എനിക്കത് തടയേണ്ടി വരും. ബട്ട് ഫ്യൂച്ചറിൽ സിറ്റി ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഞാൻ തടയും? അങ്ങനെ ഈ സിറ്റിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായതിനു ശേഷം ഞാൻ അതെന്തായിരിക്കും, എവിടെ നിന്നായിരിക്കും എൻ്റെ തുടക്കം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രസൻറ്റിലേക്ക് പോയിട്ട് ഫുള്ള് ഞാൻ തപ്പിത്തരുന്നു. സിറ്റി ഫുള്ള് ഞാൻ തേരാപ്പാര നടന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട്. സിറ്റിയിലെ മുക്കിലും കോണിലും ആൾക്കാരില്ലാത്ത വരാത്ത ഭാഗങ്ങളിൽ വരെ ഞാൻ പോയി. എന്താ സംഗതി സംഭവിക്കുന്നതെന്നൊന്നും യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പോവുക അല്ലാണ്ട് ഒന്നും എനിക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. കുറേ തപ്പി, വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്രയും തപ്പിയിട്ടൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നേ നോക്കാനുള്ളൂ. ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണേണ്ടി വരും. എന്ത് സംഭവിക്കും, എന്താണ് സംഭവിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നടക്കുമല്ലോ, അപ്പം കാണാം ആരാ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊക്കെ.